ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ, അതായത് എൻ്റെ ഫസ്റ്റ് വ്ളോഗ്, ഞാൻ ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന യാത്ര നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി ബോറിംഗ് ഒക്കെ ആയിരുന്നു യാത്ര. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങെത്തി. വീട്ടിൽ നിന്ന് നാഷണൽ എക്സ്പ്രസ്സിലാണ് എയർപോർട്ടിലോട്ട് ഞാൻ പോയത് കേട്ടോ. ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റെങ്കിലും നാഷണൽ എക്സ്പ്രസ്സിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഒത്തിരി രാവിലെ തന്നെ ഞാൻ എയർപോർട്ടിലോട്ട് തിരിച്ചു. എയർപോർട്ടിൻ്റെ അകത്തേക്ക് ഇച്ചിരി അധികം നടക്കാനുണ്ട്. ആ നടത്തത്തിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫൈനലി ഞാൻ എയർപോർട്ടിലെത്തി. അകത്തേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് വന്നിരുന്നു. അകത്ത് വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്കല്ലേ ഫ്ലൈറ്റ്. മുന്നേ പോകാൻ തയ്യാറായിരിക്കുന്ന ഫ്ലൈറ്റ്സിനെയൊക്കെ നോക്കി സമയം എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടുമായിരുന്നു കേട്ടോ ഞാൻ. സാധാരണ യാത്ര ചെയ്യുമ്പം ആരെങ്കിലുമൊക്കെ കൂട്ട് കിട്ടാറുള്ളതാണ്. പക്ഷെ ഇത്തവണ ദൈവം സഹായിച്ചില്ല, ആരും തന്നെ കൂട്ടിന് കിട്ടിയില്ല. അങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറാൻ സമയമായി. ബോർഡിംഗ് പാസ്സൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തു. ഫ്ലൈറ്റിലോട്ട് കയറി കേട്ടോ. ഞാൻ ആഗ്രഹിച്ച സീറ്റ് അല്ലായിരുന്നു എനിക്ക് കിട്ടിയത്, മിഡിൽ സീറ്റായിരുന്നു എനിക്ക് കിട്ടിയത്. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് എയർ ഹോസ്റ്റസ് എനിക്ക് സൈഡ് സീറ്റ് തന്നു. അവർ തന്ന ചെരുപ്പൊക്കെ എടുത്തിട്ട് വിശാലമായിട്ട് അങ്ങ് ഇരുന്നു. കാലൊക്കെ എടുത്ത് വെച്ച് സിനിമ കാണാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഞാൻ. എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് തള്ളി നീക്കണ്ടേ, 10-16 മണിക്കൂറോളം യാത്രയുള്ള കാര്യമാണ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ. അതിനുശേഷം എൻ്റെ കാത്തിരിപ്പൊക്കെ ഫുഡ് എപ്പോൾ വരുമെന്നുള്ളതായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ യാത്ര തുടങ്ങിയതാണല്ലോ. അങ്ങനെ വെയിറ്റിങ്ങിനൊടുവിൽ മെനു കാർഡ് എത്തിയതിൻ്റെ കൂടെ തന്നെ ഞാൻ പുറത്തുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ മേഘങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മെനുവിലുള്ള എനിക്കിഷ്ടപ്പെട്ട ഡിഷസൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എപ്പോൾ ഫുഡ് വരുമെന്ന് ആലോചിച്ചിട്ട്. കൂടെ തന്നെ ഞാൻ നല്ല ഉറക്കക്ഷീണത്തിലുണ്ടായിരുന്നു. മീൻ ടൈം എനിക്ക് അവരൊരു ഗിഫ്റ്റ് പോലെ ഒരു പൗച്ച് തന്നു. അപ്പോൾ അതിലെന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയിലായിരുന്നു ഞാൻ. എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണോ എന്നറിയില്ല, ഇത് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എവിടെയാണ് ഇത് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് വലിക്കേണ്ടതെന്നൊക്കെ അറിയാതെ ഞാൻ ഇത്തിരി അധികം കഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പൗച്ചാണ്, അതായത് ഒരു ബാഗാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ വെയിറ്റിംഗ് മൊത്തം. ഫൈനലി എങ്ങനെയൊക്കെയോ സാധനം ഞാൻ പുറത്തെടുത്തു കേട്ടോ. ഒരു ബ്ലാക്ക് കളർ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചായിരുന്നു. വീണ്ടും ഞാൻ കുറച്ചധികം അത് വലിച്ച് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഫൈനലി സാധനം ഞാൻ എടുത്തു. നല്ല ഭംഗിയുള്ളൊരു പൗച്ചായിരുന്നു അവരുടെ ഒരു കവറിങ്. ആൻഡ് ഓൾസോ ദ ബാഗ് വാസ് ഓൾസോ വെരി ക്യൂട്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു സോക്സും ഒരു ഹാൻഡ് ക്രീമും അതുപോലെ തന്നെ നമുക്കൊരു മോയ്സ്ചറൈസറും ഒക്കെ ആയിരുന്നു, ബോഡി ലോഷനൊക്കെ ആയിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു ലിപ് ബാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഐ മാസ്കും തന്നിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങാനായിരിക്കും. എനിക്ക് പൊതുവേ ഫ്ലൈറ്റിൽ കയറി ഉറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനൊരു റെഡ് വൈനും കുറച്ച് നട്ട്സും അവർ തന്നിട്ടുണ്ടായിരുന്നു. റെഡ് വൈൻ വാസ് കൊള്ളാം, നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഇച്ചിരി അധികം കയ്പുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു സിപ്പ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കുടിക്കാനായിട്ട്. എങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു. എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വൈൻ തന്നെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് സിപ്പ് കുടിച്ചതിന് ശേഷമുള്ള എക്സ്പ്രഷനായി മുഖത്ത് കാണുന്നതൊക്കെ. ഒരു നട്ട്സൊക്കെ കഴിച്ച് ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മൂവിയിലോട്ട് പോയി. ആദ്യത്തെ ഗ്ലാസ് വൈൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു മൂഡിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വൈനും കൂടി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു തമിഴ് മൂവിയായിരുന്നു ഞാൻ ആദ്യം വാച്ച് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹെഡ്ഫോണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ഫോൺ തന്നെയായിരുന്നു അവർ തന്നിരുന്നത്. നല്ല ഒരു ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ള പാസഞ്ചേഴ്സൊക്കെ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ എനിക്ക് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ തകൃതിയായിട്ട് ഞാൻ ഫിലിമൊക്കെ കണ്ട് സമയം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുമായിരുന്നു കേട്ടോ. മെയിൻലി എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് ഒരു 4-5 മണിക്ക് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവസാനം ഫുഡ് എത്തി. ആദ്യം കുറച്ച് സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു അവർ തന്നത്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ബൺസും കാര്യങ്ങളും ക്രസൻസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഞാൻ എൻ്റെ വിശപ്പിന് താത്കാലികമായൊരു ആശ്വാസം കൊടുത്തു. അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്.
വിശപ്പിൻ്റെ ആണോയെന്നറിയില്ല, എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു, കുറച്ച് വെജീസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. ഞാൻ സമയം കഴിച്ചു കൂട്ടി കേട്ടോ. മെയിൻലി അതിലൊരു ബ്രെഡ് ഒരു ബണ്ണാണോ എന്താണെന്നറിയില്ല, നമുക്ക് കിട്ടിയായിരുന്നു. ഇറ്റ് വാസ് വെരി ഹാർഡ്, ഭയങ്കര പാടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ ആലോചിക്കുമായിരുന്നു ഇത് കല്ലാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ. ദെൻ നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. റൈസും ഫിഷും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. കൂടെ നമുക്ക് 2 നാനും വാട്ടറും ഒക്കെ കിട്ടിയായിരുന്നു. കേർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് വയറ് വീർക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. ഇറ്റ് വാസ് ടേസ്റ്റി ടു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ വന്നിട്ട് ബട്ടർ ചിക്കൻ ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പ്ലേറ്റ്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം എനിക്കൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം അത്രയും ടയേർഡായിരുന്നു യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ. സോ അവരുടെ പ്ലേറ്റൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ സുഖമായിട്ട് കാലൊക്കെ നീട്ടി സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുത്തപ്പോഴാണ് ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ഫ്ലൈറ്റിൻ്റെ ഇൻസൈഡ് മാത്രമല്ല പുറത്തും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഒരു ക്ലോത്ത് നമുക്ക് വാമായിട്ട് കയ്യിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നതായിരുന്നു. ഫുഡ് അവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ലായിരുന്നു. വീണ്ടും അവർ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടു തന്നു. അതെല്ലാം കഴിച്ച് പുറത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഉറങ്ങിയത്. രാത്രിയും ആക്ച്വലി ഈ സ്കൈ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ മുംബൈയിൽ എത്തിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തേക്കായിരുന്നു. ട്രിവാൻഡ്രം എത്തിയപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് ഭയങ്കര എക്സൈറ്റിങ്ങും അതുപോലെ ഭയങ്കര ഹാപ്പിനെസ്സും തരുന്നതായിരുന്നു എനിക്ക്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലെത്തുന്നത്. സോ നാട്ടിലെത്തി എല്ലാവരെയും കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. മനസ്സിൽ ഒരുപാട് ഫീലിങ്സൊക്കെ എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട്. ഫൈനലി നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത്.